രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു അടിവഴക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആര്യനും അതോടൊപ്പം തന്നെ അനീഷും തമ്മിൽ. അനീഷ് കത്തിക്കയറുന്ന തരത്തിൽ തന്നെയായിരുന്നു. കാരണം അമ്മാതിരിയുള്ള ചില വർത്തമാനങ്ങളാണ് ആര്യൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അത് വേണ്ടാത്ത വർത്തമാനങ്ങൾ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണമെന്ന് പറയുന്നത്, ഈ ആര്യൻ അടുക്കളയിൽ നിന്ന്, അതായത് കിച്ചണിൽ നിന്ന്, ഫ്രിഡ്ജിൽ നിന്നും ഉപ്പ് പോലെ എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നു. അപ്പം അത് ക്യാപ്റ്റൻ്റെ അടുത്ത് പരാതി പറയുന്നു. അനീഷ് ഉറക്കെ പറയുന്നു, ക്യാപ്റ്റ ഇത് തെറ്റാണ്, ഇത് ചെയ്തുകൂടാ എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇവൻ പറയുന്നു, ആര്യൻ പറയുന്നു അത് എൻ്റേതാണ്, എൻ്റെ ഉപ്പാണ് എന്നുള്ള തരത്തിൽ പറയുന്നു. അതും ഒരു ചീത്ത വാക്ക് പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആര്യൻ ആ ഒരു സംഭവം അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ അനീഷ് എടുത്ത് പറഞ്ഞു, അത് നിൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കുക എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നു. അപ്പോൾ ഉടൻ തന്നെ ആര്യൻ തിരിച്ചു പറയുകയാണ്, നിൻ്റെ പിതാവിനെ പോയി സ്മരിക്കാൻ എന്നുള്ള തരത്തിൽ ആര്യൻ പറയുന്നു തിരിച്ച്. അപ്പോൾ ഉടൻ തന്നെ അനീഷ് തിരിച്ചു പറയുകയാണ്, പിതാവെന്ന വാക്കിൻ്റെ അർത്ഥവും മാന്യതയും എന്താണെന്ന് നിനക്കറിയാമോടാ എന്നുള്ള തരത്തിൽ അനീഷ് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറയുന്നു, ഈ വഴക്കിന് തുടക്കമിട്ടത് ആര്യൻ തന്നെ. അതായത് ആര്യൻ ഉപയോഗിച്ച ആ ഒരു വേണ്ടാത്ത പദം, അതാണ് അവിടെ ഈ ഒരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് എന്നുള്ള തരത്തിൽ ആര്യൻ അഗെയിൻസ്റ്റായിട്ട് കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയി. അതായത് നൂറ എടുത്തു പറഞ്ഞു, ഇതിന് തുടക്കമിട്ടിരിക്കുന്നത്, ആ ഒരു വാക്ക് വിളിച്ചുകൊണ്ട് തുടക്കമിട്ടിരിക്കുന്നത് ആര്യനാണ് എന്നുള്ളത് നൂറ തന്നെ എടുത്തു പറയുന്നു. അതിനുശേഷം അനീഷിൻ്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് യഥാർത്ഥത്തിലുള്ള യോദ്ധാക്കളെ നീ കണ്ടിട്ടില്ല എന്നുള്ള തരത്തിൽ അനീഷ് ആര്യൻ്റെ അടുത്ത് എടുത്തു പറയുന്നു. അത് കേട്ട ഉടൻ തന്നെ എല്ലാവരും ഞെട്ടുന്നു. അപ്പോൾ നമ്മുടെ ആരും മസ്താനി എടുത്തു പറയുന്നു, യ്യോ ഇതെന്താ ബാഹുബലിയാണോ എന്നുള്ള തരത്തിൽ മസ്താനി എടുത്തു പറയുന്നു. എന്തായാലും രാവിലെ അനീഷ് ഫുൾ ഓൺ പവറിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ആര്യൻ്റെ ചീട്ട് കീറുന്ന തരത്തിലായിരുന്നു അനീഷ് രാവിലെ നല്ല രീതിക്ക് കൊടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു വഴക്ക് അവിടെ കൊണ്ട് തന്നെ അവസാനിക്കുമോ, അതല്ല അത് കൂടുതൽ കത്തിക്കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് ലൈവ് കണ്ട് തന്നെ അറിയണം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.